നമ്മൾ മാംഗോ ജാം ഉണ്ടാക്കാനായിട്ട് ഒരു മാമ്പഴമാണ് യൂസ് ചെയ്യുന്നത്. ബാക്കി കുഞ്ഞുങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഞാനത് മാറ്റി വെക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ അത് വെച്ചാണ് നമ്മൾ ജാം ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല രീതിക്ക് കട്ട് ചെയ്ത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റാക്കി അടിച്ചെടുക്കുക. വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കണം കേട്ടോ. നന്നായി നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്, അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. നന്നായി അടിച്ചെടുത്തതിന് ശേഷം ഞാനിവിടെ അരിക്കുന്നുണ്ട്. പൊതുവെ അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിവിടെ അരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ ചെറിയ നാരുകൾ കിടപ്പുണ്ട്. അപ്പോൾ അതൊന്ന് മാറിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ ഇത് എന്താ പറയുക, അടുപ്പത്ത് വെക്കുമ്പോൾ നല്ല അടിത്തട്ടുള്ള നല്ല പാത്രം നോക്കി വെക്കണം. നല്ല അടിത്തട്ടുള്ള പാത്രം നോക്കി വെക്കണം. അടി പിടിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് എനിക്കിവിടെ അടിത്തട്ടുള്ള പാത്രമല്ല ഞാനിപ്പോൾ യൂസ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ അടുത്ത് നിന്നൊന്നും മാറാൻ പറ്റില്ല, ഇളക്കിക്കൊണ്ടേ ഇരിക്കേണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അടിത്തട്ടുള്ള പാത്രം നോക്കി നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ജ്യൂസൊക്കെ അടിച്ച് നമ്മൾ ഒരു ബൗളിലേക്ക് ആക്കിയിട്ട് നമ്മൾ പഞ്ചസാര ലയിപ്പിക്കാനായിട്ട് വെച്ചു. വെള്ളം ഒഴിച്ച് ലയിപ്പിക്കാം, വെള്ളം ഒഴിക്കാതെയും ലയിപ്പിക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഞാനിവിടെ വെള്ളം ഒഴിച്ചാണ് ലയിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ വെള്ളം ഒഴിച്ച് നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ടാൽ മതി. കടകളിൽ നിന്ന് വാങ്ങുന്ന ജാമിനൊക്കെ ഭയങ്കര മധുരമാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് പറ്റത്തില്ല. അങ്ങനെ ഞാനിവിടെ നമ്മുടെ ആവശ്യത്തിനായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുള്ളൂ. അപ്പോൾ മധുരം അനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിന് ഇടാവുന്നതേ ഉള്ളൂ. അതിനുശേഷം പഞ്ചസാര അലിഞ്ഞതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച നമ്മുടെ മാംഗോ പൾപ്പ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇതേ മെത്തേഡ് നമുക്ക് നമ്മുടെ മാംഗോ കാൻഡി ഒക്കെ ഉണ്ടാക്കില്ലേ, മാംഗോ മിഠായി ഒക്കെ ഉണ്ടാക്കില്ലേ, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. കറക്റ്റ് ഇതേപോലെ ചെയ്യാം. അതായത് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഇല്ല പദമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. ഞാനിതൊന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ മാംഗോ മിഠായി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ. അങ്ങനെ നന്നായി ഇളക്കി കൊടുക്കുക. ഒട്ടും അടി പിടിക്കരുത്. അടി പിടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് ആകപ്പാടെ മാറിപ്പോവും. നല്ലോണം ഇളക്കി നല്ല കട്ടിക്കാവണം. അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുറുക്ക് കൊടുക്കൂലേ, ആ ഒരു പരുവാവണം കേട്ടോ. അതുവരെ നല്ല പോലെ ഇളക്കി കൊടുക്കുക. ഇപ്പം ഏകദേശം നന്നായി കുറുകി വന്നിട്ടുണ്ട്, നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഏത് ബൗളിലാണോ ആക്കി മാറ്റി എടുത്ത് വയ്ക്കുക, സ്റ്റോർ ചെയ്ത് എടുത്ത് വയ്ക്കാൻ പറ്റിയ ഒരു ബൗളിൽ വേണം നമ്മളിത് മാറ്റാനായിട്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിത് ഇറക്കാവുന്നതേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ്. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ മാംഗോ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാം ടേസ്റ്റിലും ഗുണത്തിലും ഒരു വ്യത്യാസമില്ല.